എല്ലാവർക്കും അശ്വിൻ്റെയും ശ്രുതിയുടെ അടുത്ത ആഴ്ചയിലെ ബ്രഹ്മവിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രീതിയുടെയും ആകാശിൻ്റെയും കല്യാണ ചടങ്ങുകളിൽ കല്യാണത്തിന് മുന്നേ നടത്തുന്ന പാർട്ടിയിൽ സംഗീത് നൈറ്റും കൂടി വേണം എന്നുള്ളത് ശ്രുതിയുടെയും NKയുടെയും ഒരു ആവശ്യമാണ്. അപ്പോൾ വീട്ടുകാർക്ക് എല്ലാവർക്കും സമ്മതമാണ്. അശ്വിൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും സമ്മതമാണ്. അവരൊക്കെ ത്രില്ലടിച്ചിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും തമ്മിൽ നടത്തുന്ന ഓരോ മത്സരങ്ങളും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ആ പരിപാടി നല്ല ഒരു ഉത്സവമാക്കണ പോലെ നല്ല അടിച്ചു പൊളിച്ച് നടത്താമെന്ന് ഇവരൊക്കെ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അശ്വിൻ കയറി വന്നിട്ട് പറയുകയാണ് അങ്ങനെ ഒരു പരിപാടിയും വേണ്ട, കൂളായിട്ട് നല്ല രീതിക്ക് നടത്താൻ പറ്റുന്ന ഒരു പരിപാടിയായിട്ട് വേണം, അതായത് കല്യാണത്തിന് തലേദിവസം ഇങ്ങനെ ഒച്ചപ്പാടും ഇതുമായിട്ടൊന്നും വേണ്ട, സിമ്പിളായിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടാണ് കല്യാണം നടത്താൻ പറ്റുള്ളൂ, അല്ലാതെ ഇങ്ങനെയൊന്നും നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ അശ്വിൻ അങ്ങനെ പറഞ്ഞിട്ട് അശ്വിൻ്റെ തീരുമാനം പറഞ്ഞിട്ട് അശ്വു പോവാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും നിൽക്കുകയാണ്. അശ്വിൻ സമ്മതിക്കാതെ അത് നടത്താനും പറ്റില്ലല്ലോ. അപ്പോൾ ശ്രുതി അതിനൊരു വഴി കണ്ടെത്തുകയാണ്. എങ്ങനെയെങ്കിലും അശ്വിൻ സാറിനെ കൊണ്ട് അത് സമ്മതിപ്പിക്കണം. അപ്പോൾ ഇനി അത് സമ്മതിക്കുന്നത് വരെ അശ്വിൻ സാറിനോട് ആരും മിണ്ടാനോ ഒന്നും പോകണ്ട. അശ്വിൻ സാറിനോടല്ല, പരസ്പരം ആരും സംസാരിക്കാനൊന്നും പോകണ്ട. എല്ലാവരും അശ്വിൻ സാറിനോട് ഒരു അകലം പാലിച്ച് നിന്നും കഴിഞ്ഞാൽ അശ്വിൻ സാറിന് അത് വിഷമാവും, അശ്വിൻ സാർ അത് സമ്മതിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്ലാൻ ഇടുകയാണ്. അപ്പോൾ അശ്വിനെ കാണുമ്പോൾ എല്ലാവരും അശ്വിൻ്റെ അടുത്ത് മിണ്ടാതെ നടക്കുകയാണ്. അഞ്ജലി നടക്കുന്നുണ്ട്, അതുപോലെ അച്ഛമ്മയൊക്കെ അശ്വിനെ കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ അശ്വിന് വിഷമമാണ്. അപ്പോൾ അശ്വിൻ ശ്രുതി അടുത്തേക്ക് പോകുമ്പോൾ ശ്രുതി അശ്വിനോട് സംസാരിക്കുന്നില്ല. അപ്പോൾ അശ്വിൻ്റെ മുഖത്തൊരു ഈച്ച വന്നിരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ അതിനെ അശ്വിനോട് പറയാനും പറ്റില്ല, ഈച്ചയല്ല കൊതുക് വന്നിരിക്കേണ്ട. അപ്പോൾ അശ്വിനോട് പറയാനും പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ലല്ലോ, മൗനവ്രതത്തിലാണല്ലോ, അപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ആ കൊതുകിനെ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അശ്വിൻ്റെ കവിളത്തേക്ക് ഇങ്ങനെ തൊടുമല്ല, കുറച്ച് ഫോഴ്സിലടിക്കും. അടിച്ചു കഴിയുമ്പോൾ അശ്വിൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ശ്രുതിക്ക് ഒന്നും പറയാനും പറ്റില്ല, ചെയ്തത് അബദ്ധമായി എന്നുള്ള രീതിയിലാണ് ശ്രുതി നിൽക്കുന്നത്. പിന്നെ കാണിക്കുന്നത് അശ്വിൻ അഞ്ജലിയുടെ അടുത്ത് പോയിട്ട് ഫുഡ് കൊടുക്കുന്നതാണ്. അങ്ങനെ അഞ്ജലിയോട് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ഫുഡൊക്കെ കഴിപ്പിക്കുക. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് നടത്തിക്കോ, എങ്ങനെ കാണിച്ച് നടത്തിക്കോ, എനിക്കൊരു കുഴപ്പമില്ല, ഞാനായിട്ട് ഇനി അതിനൊരു എതിര് പറയുന്നില്ല എന്നിട്ട് അശ്വിൻ അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ അവരുടെ കല്യാണത്തിൻ്റെ മുന്നുള്ള പരിപാടിയുടെ സംഗീതമായിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അശ്വിനും ശ്രുതിയും കൂടുതൽ അടുക്കുന്ന കുറച്ച് സീൻസൊക്കെ ഉണ്ട്. ശ്രുതി അശ്വിനും ഉമ്മ കൊടുക്കുന്നതും അശ്വിൻ ശ്രുതിക്കും ഉമ്മ കൊടുക്കുന്നതും അങ്ങനത്തെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.